സിനിമാ നടൻ ജോയ് മാത്യു പറഞ്ഞതുപോലെ ഒരു കയ്യിൽ പൊതിച്ചോറും മറ്റേ കയ്യിൽ MDMA നടക്കുന്ന DYFI നേതാക്കൾ കേരളം കീഴടക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടർമാരെ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ തെക്കുംഭാഗം ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആ നാടിന് മുഴുവൻ പ്രിയങ്കരനായ, ആ നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായ പ്രിയപ്പെട്ട ഷിയാസാണ്. DYFIയുടെ നേതാവായും പ്രവർത്തകനുമായും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഷിയാസ്. ആ നാടിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും മുന്നിട്ട് നിന്ന ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട ഷിയാസ്. പ്രിയപ്പെട്ട ഷിയാസ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെക്കുംഭാഗം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നു. ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് ഷിയാസിൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളം. ഷിയാസിനെ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതായത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച DYFI നേതാവ് ഷിയാസിന് ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ നേരുകയാണ് ബിനീഷ് കൊടിയേരി. മരിച്ചുപോയ ഒരു നേതാവിൻ്റെ മകൻ എന്നതിനപ്പുറം ബിനീഷ് കൊടിയേരിക്ക് പാർട്ടി സ്ഥാനം എന്താണ് എന്ന് ഉള്ളത് നമുക്കറിയില്ല. മാത്രമല്ല, കണ്ണൂരുകാരനും തിരുവനന്തപുരത്ത് താമസക്കാരനുമായ ബിനീഷിന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ഷിയാസുമായി ഇത്രയും അടുത്ത അഭേദ്യമായ ബന്ധം എങ്ങനെയെന്നൊരു ചോദ്യവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ സംശയം മാറുന്ന തരത്തിലാണ് ഇപ്പോൾ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നത്. ലഹരി വിൽപ്പനയുടെ രാജാവ് എന്ന പേരിൽ ലഹരി വിരുദ്ധ സേന പിടിക്കുകയും മാസങ്ങളോളം ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ കിടക്കുകയും ചെയ്ത മഹാനാണ് ഈ ബിനീഷ് കൊടിയേരി എങ്കിൽ, ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഷിയാസ് എന്ന DYFI നേതാവിത MDMA കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ ലഹരി കച്ചവടം CPMലൂടെ സജീവമാക്കിയ രണ്ട് കുട്ടി നേതാക്കൾ പരസ്പരമുള്ള സ്നേഹവും അതിൻ്റെ ആശംസയുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നാണമില്ലേ DYFI നേതാക്കളെ? എത്ര പാർട്ടി നേതാക്കളെയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്? അതെല്ലാം മറച്ചു വച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ MDMA ബന്ധത്തിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലേക്ക് ഒരു കല്യാണത്തിന് പോയപ്പോൾ വരെ അവിടെ ലഹരി ബിസിനസ് നോക്കാൻ പോയതാണ് എന്നാണ് ഒരു DYFIയുടെ സംസ്ഥാന നേതാവ് പറഞ്ഞത്. ലഹരി ഉപയോഗിക്കുന്നവരും അത് കച്ചവടം നടത്തുന്നവരുമെല്ലാം അവരവരുടെ പണം സമ്പാദിക്കാനാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അതെല്ലാം ഉണ്ടായതും ഇത്രയുമധികം വ്യാപകമായതും പിണറായി വിജയൻ നാട് ഭരിച്ച 10 വർഷം കൊണ്ട് തന്നെയാണ്. ഒരു സംശയവുമില്ല. അത് കച്ചവടം നടത്തുന്ന സഖാക്കൾക്ക് നൽകിയ സഹായം കൊണ്ടാണ്. അതിപ്പോൾ എല്ലാ മറയും നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ലഹരിക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടാണ് അതിന് പിന്നാലെ തന്നെ ലഹരി വിൽപ്പനയും ഈ തൊടുപുഴക്കാരൻ നടത്തിയത്. അങ്ങനെ MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് CPMന്റെ സ്ഥാനാർത്ഥി തന്നെ അറസ്റ്റിലാകുന്നത്. മയക്കുമരുന്നതിനെതിരെ വലിയ പ്രചരണം നടത്തിയ ആളാണ് ഈ ഷിയാസ് എന്ന് പറയുന്നത്. എന്നതിനൊപ്പം തന്നെ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരു മേഖല മുഴുവൻ മയക്കുമരുന്ന് കൊണ്ട് നശിപ്പിക്കുന്ന സംഘമാണ് ഇയാൾക്ക് പിന്നിലുള്ളത് എന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഷിയാസിനെ പാർട്ടി മുന്നറിയിപ്പ് നൽകി വിട്ടുവെന്നും അങ്ങനെ അഡിക്ഷൻ സെൻ്ററിലെ ചികിത്സയ്ക്ക് ശേഷമാണ് വീണ്ടും പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് എന്നും പറയുന്നു. അങ്ങനെ പാർട്ടിയുടെ പിൻബലം കൂടി കിട്ടിയതോടെ ലഹരി ഉപയോഗം നിർത്തി ലഹരി കച്ചവടം തന്നെ തുടങ്ങിയെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അങ്ങനെ ലഹരി വിൽപ്പന സംസ്ഥാന വ്യാപകമാക്കി കേരളത്തെ ഒരു ബോധമില്ലാത്ത തലമുറയുടെ കൈകളിലേക്ക് കൊണ്ടുകൊടുത്ത പിണറായിയും സംഘങ്ങളുമാണ് ഇപ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്ന സതീശൻ സർക്കാരിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. മറ്റു പലയിടങ്ങളിലും DYFI CPM നേതാക്കൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലാകുന്ന എത്രയോ വാർത്തകൾ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതെല്ലാം പിണറായി ഭരണത്തിൽ കിട്ടിയ ധൈര്യം കൊണ്ട് തന്നെ അവർ ചെയ്തതാണ്. കേരളത്തെ ലഹരി അടിമയാക്കി അതിൽ ബിനീഷ് കൊടിയേരിയെ പോലെയുള്ളവരെ ബ്രാൻഡ് അംബാസിഡറുമാക്കി പുതുതലമുറയെ മുഴുവൻ നശിപ്പിച്ചൊരു പ്രസ്ഥാനവും അതിലെ ചില നേതാക്കളും മുഖ്യമന്ത്രി സതീശനെ ഇങ്ങനെ ലഹരിയുടെ പേരിൽ വിമർശിക്കുന്നത് യഥാർത്ഥ ലഹരി മാഫിയകളെ രക്ഷിക്കാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.